NCERT തയ്യാറാക്കിയ വിഭജന ഭീകരത ഓർമ്മദിനം എന്ന സ്പെഷ്യൽ മൊഡ്യൂളിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. ഇന്ത്യ പാക് വിഭജനത്തിന്റെ കുറ്റവാളികൾ ജിന്നയും കോൺഗ്രസും മൗണ്ട് ബാറ്റനുമാണെന്ന് മൊഡ്യൂളിൽ പരാമർശം. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERT പുറത്തിറക്കിയ പ്രത്യേക മൊഡ്യൂളിലാണ് വിവാദ പരാമർശം. NCERT പുറത്തിറക്കിയ വിഭജന ഭീകരത ഓർമ്മദിനം എന്ന സ്പെഷ്യൽ മൊഡ്യൂളിലാണ് വിഭജനത്തിന്റെ കുറ്റവാളികൾ 3 പേരാണെന്ന് വിശദീകരിച്ചിരിക്കുന്നത്. മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസ് പാർട്ടി, ലോർഡ് മൗണ്ട് ബാറ്റൺ എന്നിവരെ വിഭജനത്തിന്റെ കുറ്റവാളികളെന്ന പാഠഭാഗത്തിൽ വിഭജനത്തിന്റെ ഉത്തരവാദികളായി പരാമർശിച്ചിരിക്കുന്നു. 6 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് മൊഡ്യൂൾ പുറത്തിറക്കിയത്. 1947 ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഭജനം അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ തുടർച്ചയായ സംഘർഷങ്ങളും കുഴപ്പങ്ങളും നേരിടുകയോ ചെയ്യേണ്ട ഘട്ടത്തിലെത്തിയെന്ന് നെഹ്റു പറഞ്ഞതായാണ് അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിഭജനം മോശമാണെന്നും ഐക്യത്തിന്റെ വില എന്തുതന്നെയായാലും ആഭ്യന്തര യുദ്ധത്തിന്റെ വില അതിലും അനന്തമായിരിക്കുമെന്ന് നെഹ്റു പറഞ്ഞതായും അധ്യായത്തിൽ പരാമർശിക്കുന്നു. സ്പെഷ്യൽ മൊഡ്യൂളിന്റെ ആമുഖത്തിൽ വിഭജനത്തിന്റെ വേദന ഒരിക്കലും മറക്കാനാകില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ചേർത്തിട്ടുണ്ട്. സംഘപരിവാർ പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചു. 6 മുതൽ 8ാം ക്ലാസ് വരെയും 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക മൊഡ്യൂളുകളാണ് NCERT തയ്യാറാക്കിയത്. അതേസമയം യാഥാർത്ഥ്യം പറയാത്ത മൊഡ്യൂൾ കത്തിച്ചു കളയണമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ കേര രൂക്ഷമായി വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.